പ്രതിപക്ഷ നേതാവ് തിരക്കിലാണ്. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, ആകെ പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് പാർട്ടിക്കകത്തൊരു ചെറിയ സംഭവമാണ് ഈ ചാർജ് എടുക്കാനുള്ളത്. നിങ്ങളത് വലുതാണെന്ന് പറഞ്ഞ് സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇന്ന് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചെറുതാണ്. അതൊക്കെ നിശ്ചയിക്കുന്നത് അവരവർക്കല്ലേ. ചെറുത് ഇത് വലുത് എന്നൊക്കെ അവരവരല്ലേ നിശ്ചയിക്കുന്നത്. നമ്മളാരല്ലോ. പാർട്ടി പറഞ്ഞാൽ എന്തും വിട്ടു. ഇത് കണ്ടിട്ട് ചെറിയ ചടങ്ങായി തോന്നുന്നില്ല, വലിയ തരത്തിൽ സ്വീകരണമുണ്ട്. ഒരാളെയും നമ്മളാരും വിളിച്ചിട്ടില്ല. സത്യസന്ധമായി പറയാ, പടച്ചോ സാക്ഷിയാ പറയുന്നത്, ഒരാളെയും ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടുത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളാണ് സത്യം. പക്ഷെ എന്നിട്ടും പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ ഈ ആക്ടിംഗ് പ്രസിഡന്റ് ഈ പദവി കൈമാറേണ്ട ആൾ പോലും ഈ ചടങ്ങിൽ വന്നില്ല. അല്ല, ഇത് കൈമാറാനൊന്നുമില്ലെന്നേ. കൈമാറാനൊന്നുമില്ല. ഞാൻ എന്താ കൈമാറിയോ അന്ന് അസന എടുക്കുമ്പോ? ഇല്ലല്ലോ, കാര്യമൊന്നുമില്ല. അത് ചാർജ് എടുക്കലാണ്. നമ്മൾ പാർട്ടി തീരുമാനിച്ചാൽ ചാർജ് എടുക്കും. ഒന്ന് പുള്ളിനെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ചോദിക്കണം കേട്ടോ. ഇവിടെ ചോദിക്കണം. കൃത്യമായി പൂർണ്ണമായി നടന്നില്ല എന്ന് മാത്രം അങ്ങനെ പറഞ്ഞാൽ മതി. അത് ഞങ്ങളിപ്പോ AK ആന്റണിയായിട്ട് സംസാരിച്ചില്ല, ആ വിഷയം സംസാരിച്ചില്ല. ഞാൻ കടന്നു വരുന്നത് അപ്പോൾ സംസാരിച്ച് അന്ന് നിന്നുപോയി ആ പ്രോജക്റ്റ് എല്ലാം ഒന്ന് റിവൈവ് ചെയ്ത് റിവ്യൂ ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ മുഖാമുഖം വന്ന് കണ്ട് സംസാരിച്ചും കൊണ്ട് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് അത് നിശ്ചയമായും അത് ആലോചിക്കും. ഞാൻ ഇന്നലെ തന്നെ ലിജുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ലിജു ആണ് അതിൻ്റെ അകത്തിന് ഒരു നല്ല ബേസിക്കായി പാർട്ടിക്ക് ഒരു സ്ട്രെങ്ത് പകരാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ലിജു ആണ്. അത് കഴിഞ്ഞാൽ നമ്മളെ CUC യൂണിറ്റിൻ്റെ ആളുകളാണ്. CUC യൂണിറ്റ് ആളുകളെ ഞാൻ ഇന്നലെ വിളിച്ചു. അവരൊക്കെ വരാനും സഹകരിക്കാനും തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഞങ്ങൾ എമർജൻസി നമ്മളെ തുടങ്ങും. മുരളീധരന്റെ അഭിപ്രായം, അത് മുരളീധരന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമല്ല. അച്ചടക്കം വേണ്ട, അത് ഏതൊക്കെ ഒരു പാർട്ടി പറയും. തമാശ പറഞ്ഞതായിരിക്കും മുരളി. എന്റെ ധാരണ അത് അവരുടെ രീതി. അതാണ് CPM-നെ ഒന്ന് മോശമാക്കാൻ മുരളി പറഞ്ഞതാണ്. പ്രസിഡന്റായ സമയത്താണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ BJP-യിലേക്ക് പോയത്. അപ്പൊ അവരെയൊക്കെ പരിഗണിക്കുന്നതിൽ അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കളുടെ ഭാഗത്തിൽ വീഴ്ചയൊക്കെ സംഭവിച്ചത് ഒരു പരിഗണനയില്ല നമ്മുടെ ഭാഗത്ത്. ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് ഈ പാർട്ടിക്കകത്ത് എല്ലാം കൊടുത്ത ഒരു പാർട്ടിയെ വഴിയോരത്തിട്ട് പോയ ആളുകളെ ഇനിയും വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തല്ലേ? അഡ്രസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടേ? അവർ വരട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടെ, നമ്മൾ കേൾക്കാം. ന്യായമാണെങ്കിൽ പരിശോധിക്കാം, പരിഹരിക്കാം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരായിരുന്നവരെയും ഭാരവാഹികളായിരുന്നവരെയും DCC-ലോട്ട് വെച്ചിരുന്നു. DCC വൈസ് പ്രസിഡന്റുമാരായിട്ടും അത് ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ ഒരു പരാതിയുണ്ട്. ആ പരാതി ഞങ്ങൾ പരിശോധിക്കും. ആലോചന നടത്തില്ല, പരിശോധിക്കും.